നമസ്കാരം. ഇന്നൊരു ബൈബിൾ കഥയാണ് പറയുന്നത്. വയലിലെ കളകൾ എന്നുള്ള ഉപമ ക്രിസ്തു ജനങ്ങളോട് ഉപദേശിച്ചു കൊടുത്തു. ആ കഥ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ഉപമ ഇങ്ങനെയാണ്. ഒരാൾ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ചു. എല്ലാവരും ഉറക്കം പിടിച്ചപ്പോൾ അയാളുടെ വിരോധി വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കളകൾ വിതച്ചിട്ട് പോയി. ഞാറ് വളർന്നു കതിരിട്ട് തുടങ്ങി. അപ്പോൾ ഇടയിൽ കളകളും കണ്ടു. അപ്പോൾ അയാളുടെ വേലക്കാർ വന്നു നല്ല വിത്ത് വിതച്ചിട്ട് അതിൽ ധാരാളം കളകളുള്ളവരും യജമാനെ അറിയിച്ചു. അതെങ്ങനെ വന്നുവെന്നായിരുന്നു അവരുടെ സംശയം. ശത്രുക്കൾ പറ്റിച്ച പണിയായിരിക്കുമെന്ന് ഉടമസ്ഥൻ പറഞ്ഞു. എന്നാൽ ആ കളകൾ അപ്പോൾ തന്നെ നീക്കിക്കളയാമെന്നായി വേലക്കാർ. ഉടമസ്ഥൻ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ കള പറിച്ചാൽ പക്ഷേ നല്ല ഞാറുകളും കേടുപറ്റുമെന്നായിരുന്നു അയാളുടെ അഭിപ്രായം. രണ്ടും കൂടി കൊയ്ത്തു വരെ വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് കളകൾ ശേഖരിച്ച് ചുട്ടുകളയാൻ വേണ്ടി വേറെ കെട്ടിവെക്കണമെന്നും ഗോതമ്പ് തൻ്റെ കളപ്പുരയിൽ സംഭരിക്കണമെന്നും പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉപമ അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് ശിഷ്യന്മാരോട് ഈ ഉപമയുടെ അർത്ഥം യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തു. അത് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. കർത്താവിനോട് പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യപുത്രനാണ്. വയലെന്ന് പറയുന്നത് ലോകത്തെ അത്രേ. നല്ല വിത്ത് സ്വർഗരാജ്യത്തിൻ്റെ സന്തതികൾ, കളകൾ നീചൻ്റെ മക്കൾ. പിശാചെന്ന ശത്രുവാണ് കള വിതച്ചത്. കൊയ്ത്തുകാലമെന്ന് പറഞ്ഞത് ലോകാവസാനത്തെയാണ്. അന്നത്തെ കൊയ്ത്തുകാർ ദൈവദൂതന്മാരായിരിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അന്ന് ദുഷ്ടാത്മാക്കളെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞുകളയും. നീതിമാന്മാർ സ്വർഗരാജ്യത്തിൽ പൂർണ്ണ പ്രഭയോട് പ്രശോഭിക്കും. ഈ രീതിയിൽ ആ ഉപമയുടെ അർത്ഥം ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നമ്മുടെ ഹൃദയമാകുന്ന വയൽ നിത്യസത്യങ്ങൾ വിതയ്ക്കുന്നത് ദൈവമാണ്. നല്ല ഗുണങ്ങൾ നമ്മൾ മനസ്സിൽ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ കൊണ്ട് ആത്മരക്ഷ പ്രാപിക്കുവാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാക്കളാകുന്ന ധാന്യം സ്വർഗത്തിൻ്റെ കളപ്പുരയിൽ സംഭരിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഈ ഉപമയുടെ ചുരുക്കം. ഈ ബൈബിൾ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.